രാംഷാ, ഇപ്പോൾ DGPയുടെ നിർദ്ദേശം, ആഭ്യന്തരമന്ത്രി നൽകിയ നിർദ്ദേശം DGP പോലീസിന് കൈമാറി. അത് പ്രകാരം പോലീസ് അവിടെ നിന്നും നീങ്ങിയിരിക്കുന്നു. പക്ഷേ ഇനിയും അവർ വരുമെന്നുള്ള ഭയമാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പോലീസ് ഇവിടെ നിന്നും പിന്മാറുകയാണ്. പോലീസ് ഇവിടെ നിന്ന് പിന്മാറി പോകുമ്പോഴും ഇവർ പറയുന്നത് പിൻവാതിലൂടെ വന്ന് ഇവർ മുൻവാതിൽ വലിയ സമരങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ പിൻവാതിലൂടെ വന്ന് നോട്ടീസ് പതിച്ചു പോയി എന്നതാണ് ഇവർ പറയുന്നത്. പിന്മാറി എന്താണ് നിങ്ങൾ ഇപ്പോ പോലീസ് പിന്മാറിയെങ്കിലും വേറെ എന്തെങ്കിലും ഭയമുണ്ടോ? നോട്ടീസ് വീട്ടിൽ നോട്ടീസ് ഇല്ല ഞങ്ങള് ഇതാണ് സ്മൃതി, വീട്ടിൽ നോട്ടീസ് പതിച്ചിട്ടില്ല. പക്ഷേ പതിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കണ്ടിട്ട് പറയാം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് പിൻവലിച്ചിട്ടില്ല. DYSP ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നിലൂടെ നോട്ടീസ് വായിച്ച് നേരിട്ട് വന്നല്ല? നേരിട്ട് എല്ലാ സ്ഥിതിയും കയറാം. ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ഒഴിപ്പിക്കാനായിട്ടുള്ളതാ. അതിന് ഇന്ന സ്ഥലം ഒന്നുമില്ല. അതായത് സർക്കാർ ഇത്തരത്തിലുള്ള ഉത്തരവ് ഒരു വൈരാഗ്യമില്ല. ആരോടും വൈരാഗ്യമില്ല. വൈകാരികമില്ല. ആരോടും വൈകാരികമില്ല. കഴിഞ്ഞ 14 പ്രാവശ്യം ഇല്ലാത്ത ഒരിക്കലും പോകില്ല. മാറ്റും എല്ലാം തടസ്സക്കാരെ തടസ്സം മാറ്റാൻ കോടതി ഉത്തരവുണ്ട്. തടസ്സം മാറ്റാൻ കോടതി ഉത്തരവുണ്ട്. അത് ചെയ്യും. കോടതി ഉത്തരവിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കോടതി ഉത്തരവനുസരിച്ച് മാത്രം. ആരുണ്ടെങ്കിലും കോടതി ഉത്തരവനുസരിച്ച് മാത്രം. പോലീസ് വളരെ സംയമനത്തോടുകൂടി യാതൊരു പ്രകോപനവും ചെയ്തിട്ടില്ല. അവരെ മാറ്റാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെയ്തിട്ടില്ല. ആരെ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള പ്രവൃത്തി മാത്രമാണ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അത് ചെയ്യും. അത് സംശയമൊന്നും വേണ്ട. എന്താ തടസ്സപ്പെടുത്തുന്നവരെ തടസ്സം മാറ്റണം. തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ മാറ്റണം. അതിനാണ് പോലീസ് സ്ത്രീകളെ നിലത്തിട്ട് വലിച്ചിഴക്കുന്ന നിലയിലേക്കാണോ? അല്ല. ബലപ്രയോഗം എന്താണെന്ന് അവരെ തീരുമാനിക്കണേ. അവർ പറഞ്ഞു സമാധാനമായിട്ട് പിരിഞ്ഞു പോകാൻ പറഞ്ഞതാണ്. താങ്കളുടെ അനുമതി ഇല്ലാതെയാണോ ഇത്തരത്തിലുള്ള? നോ എന്റെ അനുമതിയല്ല. കോടതിയുടെ അനുമതി ഉണ്ട് അവർക്ക്. എന്റെ അനുമതിയല്ല. കോടതി അനുമതി ഉണ്ട്. കോടതി ഉത്തരവ് അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതനുസരിച്ചാണ് ഇനിയും പ്രവർത്തിച്ചു. അതെല്ലാം ഇവിടെ തടസ്സം ചെയ്തു. അതുകൊണ്ട് അവരിവിടെ തടസ്സം ചെയ്തുകൊണ്ടാണ്. ഇനി ആ തടസ്സം നീക്കാനായിട്ട് സ്ട്രിക്റ്റായിട്ട് ഭരണവും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കോടതി ഉത്തരവ് മാത്രം നടപ്പാക്കും. അത് നടപ്പാക്കാൻ ഇവിടെ തടസ്സം ചെയ്തിട്ടാണ്. താങ്കൾക്ക് വ്യക്തിപരമായ ഇതിൽ വ്യക്തിപരമായ DSP എവിടെയാ? ഹലോ, DSP എവിടെയാ? ഹലോ, താങ്കൾക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ട്. താങ്കൾക്ക് വ്യക്തിപരമായ തീരുമാനമുണ്ട്. എനിക്ക് കോടതി ഉത്തരവാണ് വലുത്. അത് നടപ്പാക്കാനാണ് എന്റെ ജോലി. അതിന് ഞാൻ പോലീസിന്റെ സഹായം കോടതി തന്നിട്ടുണ്ട്. അത് നടപ്പാക്കും. സഹായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 14 തവണയല്ലേ. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയുണ്ട്. ആക്രമണമില്ല. തടസ്സം ചെയ്ത നിയമത്തിന്റെ വഴിക്കാ പോണേ. നിയമത്തിന്റെ വഴിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ആരെ ഒരു പ്രാവശ്യവും ബലം ചോദിച്ചിട്ടില്ല. 14 പ്രാവശ്യം ഞങ്ങൾ സമാധാനം അറിയിക്കണം.
പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ പോലീസ് നടപടികൾ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പിലാക്കുമെന്നുള്ള വാശിയിലാണ് ഉടമസ്ഥനടക്കം. റാംഷ CP ചേരുന്നു. റാംഷ, പോലീസ് കുടിയൊഴിപ്പിക്കൽ നിർത്തിവെച്ചല്ലോ അല്ലേ? ഇപ്പോൾ കാണുന്നത് എന്താണ്? സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? സമരക്കാരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിനുശേഷമാണ് വീട്ടിൽ കയറി നോട്ടീസ് ഒട്ടിക്കുന്നതിന് വേണ്ടി അഭിഭാഷക കമ്മീഷൻ പോലീസ് സഹായത്തോടുകൂടി മുന്നോട്ട് പോയത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കോടതി ഉത്തരവ് എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെയും വ്യക്തിപരമായ ആരോപണങ്ങളും സമരക്കാർ ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹം പണം വാങ്ങിയാണ് ഇത്തരം നടപടികൾക്ക് മുന്നോട്ട് പോകുന്നത് എന്ന നിലയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അഭിഭാഷക കമ്മീഷൻ ഉണ്ട് എന്ന നിലയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. അഭിഭാഷക കമ്മീഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. രാംഷ, ഒരു സ്ത്രീയടക്കം കുഴഞ്ഞു വീണിരുന്നു നേരത്തെ. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ? തീർച്ചയായും കുഴഞ്ഞു വീണ സ്ത്രീ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പോലീസ് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് വാനിൽ നിരവധി സ്ത്രീകൾ, ഒന്നല്ല നിരവധി സ്ത്രീകൾ പോലീസ് വാനിൽ ആശുപത്രിയിലേക്ക് നിൽക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ വലിയ നിലയിൽ ഈ പോലീസിന്റെ അതിക്രമത്തിൽ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധിച്ചിരുന്നില്ല. ഞങ്ങൾ കുറെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവർ തടസ്സം ചെയ്തു.